കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഡിക്കേറ്റർ RSI എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ആണ് പഠിച്ചത്. അതുപോലെ ഇനി നെക്സ്റ്റ് ഇൻഡിക്കേറ്റർ ആണ് മൂവിങ് ആവറേജ്. മൂവിങ് ആവറേജ് എന്ന് പറയുമ്പോൾ അരിതമെറ്റിക് മീൻ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ സ്കൂളിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അരിതമെറ്റിക് മീൻ എന്ന് പറയുമ്പോൾ സം ഓഫ് ഐറ്റംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്, അതാണ് ഫോർമുല. അതില് ഇവിടെ സം ഓഫ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഇവിടെ ക്ലോസിംഗ് പ്രൈസിന് പ്രൈസ് ചെയ്തിട്ടാണ് നമ്മൾ മൂവിങ് ആവറേജ് എടുക്കുന്നത്. അപ്പൊ സം ഓഫ് ക്ലോസിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ്. അപ്പൊ സം ഓഫ് ദ ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ 10 days ആവാം, 50 ആവാം, 200 ആവാം, ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം. അതിൽ മെയിൻ ആയിട്ടുള്ള രണ്ട് മൂവിങ് ആവറേജ് 50 200 ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് 50 200 ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മള് പിന്നെ ഇതില് SMA എന്ന് പറയുന്നതാണ് ഞാൻ ഈ പറഞ്ഞ ക്ലോസിംഗ് പ്രൈസ് ആഡ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ തന്നെ വെയിറ്റഡ് മൂവിങ് ആവറേജ് ഉണ്ട്, എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ഉണ്ട്. അപ്പൊ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജില് നമ്മൾക്ക് ക്ലോസിംഗ് നിയറസ്റ്റ് പ്രൈസുകള് കൂടുതൽ വെയിറ്റേജ് കൊടുത്തിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാൽക്കുലേഷൻ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. അപ്പൊ അത് സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. അപ്പൊ നമ്മള് പനിയോടിക്ക് ഫോളോ ചെയ്യാൻ പോണത് SMA അല്ല, EMA വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാം. ഒരു മൂവിങ് ആവറേജ് എന്നുള്ള കോൺസെപ്റ്റില് നമ്മളിപ്പോ യൂസ് ചെയ്യണത് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ്. അപ്പൊ നമ്മൾക്ക് അത് വെബ്സൈറ്റിൽ എക്കണോമിക്സ് ടൈംസിന്റെ വെബ്സൈറ്റിൽ എങ്ങനെ എടുക്കണേന്ന് നോക്കാം. അപ്പോൾ ചാർട്ട് എടുക്കാൻ വേണ്ടി മാർക്കറ്റ് മുമ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി കാണിക്കാണ്. മാർക്കറ്റ്, ദെൻ ടെക്നിക്കൽസ്, ടെക്നിക്കൽ ചാർട്ട്. ഇതിൽ നിന്ന് നമ്മൾ കണ്ട ഇതാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന വിൻഡോ. അപ്പൊ ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോ ഇതില് RSI ഉണ്ട്, എല്ലാ ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. ഇപ്പൊ RSI വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് RSI ക്ലിക്ക് ചെയ്ത് RSI കിട്ടും, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. അപ്പൊ ഇത് ഈ വിൻഡോ വരും. ഇനി നമുക്ക് വേണ്ടത് EMA ആണ്, മൂവിങ് ആവറേജ് എക്സ്പോണൻഷ്യൽ. ആഡ് ചെയ്യാം. ഇവിടെ ആഡ് ആയി. ഇവിടെ നമ്മൾ നമ്പർ കൊടുക്കണം. ഇവിടെ അത് ഈ റൗണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്പർ 50 എന്ന് കൊടുക്കുക. ഇവിടെ ഡിഫോൾട്ട് 9 ഒക്കെ ആയിരിക്കും. അപ്പൊ ഈ നമ്പർ നമ്മൾ 50 എന്ന് കൊടുത്താൽ 50 മൂവിങ് ആവറേജ്. ഇനിയിപ്പോ ഇവിടെ 200 എന്ന് കൊടുത്താൽ ഇവിടെ 200 ആയിരിക്കും. ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ ഓക്കെ അടിച്ചാൽ 200. അപ്പൊ ഏതായാലും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ ഏതാണ് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ സാധാരണ നമ്മൾ രണ്ടും ഫോളോ ചെയ്യാറുണ്ട്. 2 ടൈംസ് കണ്ടോ, ഇതിൽ നമ്മൾ രണ്ടും ഒരുമിച്ച് ചെയ്യും. രണ്ടും ഒരുമിച്ച് നോക്കാറാണ് പതിവ്. അപ്പൊ ആദ്യം തന്നെ ഒരെണ്ണം എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോ ഇതിനാണ് നമ്മൾ പ്രൈസ് ലൈൻ എന്ന് വിളിക്കുന്നത്. അതായത് ക്യാൻഡിൽ സ്റ്റിക്കിന്റെ ഈ ചാർട്ടിൽ നമ്മൾ ശരിക്കും പറഞ്ഞ ഇവിടെ ലൈനായിട്ട് കൊടുത്ത ഇതാണ് ലൈൻ ചാർട്ട് പോലെ. അപ്പൊ ഇതിന് ക്യാൻഡിൽ സ്റ്റിക് ലൈന്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈസ് ലൈൻ. ഇതിന് മൂവിങ് ആവറേജ് ലൈൻ. അപ്പൊ ഒരു അപ് ട്രെൻഡില് എപ്പോഴും ഈ മൂവിങ് ആവറേജ് ലൈൻ ഈസ് റൈസിങ് ആയിരിക്കും. അതേസമയം ഡൗൺ ട്രെൻഡിലോ ഫോളിങ് ആയിരിക്കും. അപ്പൊ ഉണ്ടോ ഈ കഴിഞ്ഞ സമയത്തൊക്കെ റൈസിങ് ആയിരുന്നില്ലേ? അപ്പൊ അതുകൊണ്ടാണ് റൈസിങ് ആവുക. അപ്പൊ അതാണ് ഒരു അപ് ട്രെൻഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. ഈ മൂവിങ് ആവറേജ് ലൈൻ റൈസിങ് ആണോ ഫോളിങ് ആണോ. പിന്നെ സെക്കൻഡ് മെത്തേഡ് എന്താന്ന് വെച്ചാല് ഒരു അപ് ട്രെൻഡില് പ്രൈസ് ലൈൻ എപ്പോഴും എബവ് മൂവിങ് ആവറേജ് ലൈൻ ആയിരിക്കും. അത് 50ക്ക് എബവ് ആവും, അല്ലെങ്കിൽ 200നും എബവ് ആയിരിക്കും. അല്ലെങ്കിൽ മിനിമം 50ക്കോ അല്ലെങ്കിൽ 200നോ എബവ് ആയിരിക്കും ഒരു അപ് ട്രെൻഡ്. കണ്ടോ? അപ്പൊ പ്രൈസ് ലൈൻ ഈസ് എബവ് മൂവിങ് ആവറേജ് ലൈൻ. As long as price line is above moving average line, the price stock is in uptrend. So price മൂവിങ് ആവറേജ് ലൈനിൽ നമ്മൾ എടുക്കുന്നത് EMA ലൈനാണ്. അപ്പോ കണ്ടോ, എപ്പോഴൊക്കെ ഇപ്പൊ അപ് ട്രെൻഡില് നമ്മള് കണ്ടോ, ഇവിടെയൊക്കെ അപ് ട്രെൻഡ് ആണ്. ഈ അപ് ട്രെൻഡില് പ്രൈസ് ലൈൻ ഈസ് എബവ് മൂവിങ് ആവറേജ് ലൈനാണ്. ഇവിടെ എന്ത് സംഭവിച്ചു? അത് വീണ്ടും ഒരു പ്രൈസ് ലൈൻ ഫാർ അവേ ഫ്രം മൂവിങ് ആവറേജ് ലൈൻ ആവുമ്പോ ഇടയ്ക്കിടയ്ക്ക് അത്
ആ ടുവേർഡ്സ് മൂവിങ് ആവറേജ് ലൈനിന്റെ അടുത്തേക്ക് വരും. അപ്പോ ഒരു അപ് ട്രെൻഡില് മൂവിങ് ആവറേജ് ലൈൻ ഒരു സപ്പോർട്ട് ലൈൻ ആയിട്ടാണ്, അതായത് ഒരു UTL പോലെ അപ് ട്രെൻഡ് ലൈൻ പോലെയാണ് വർക്ക് ചെയ്യുക. അപ് ട്രെൻഡ് ലൈനിന്റെ ഒരു അപ് ട്രെൻഡിൽ UTL എങ്ങനെയാണ് വർക്ക് ചെയ്യണത്? എവരി കോണ്ടാക്ട് ഈസ് എ ബൈങ് പോയിന്റ് അല്ലേ? അപ്പൊ അതേസമയം അത് കോണ്ടാക്ട് അത് ബ്രേക്ക് ചെയ്താല് സെല്ലിംഗ് ആയി. അപ്പോ ഒരു അപ് ട്രെൻഡില് എപ്പോഴൊക്കെ മൂവിങ് ആവറേജ് ലൈനിന്റെ അടുത്തേക്ക് ടുവേഴ്സ് വരുന്നിട്ട് അവിടെ സ്റ്റാർട്ട് ബൗൺസിങ്, അതല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ബ്രേക്ക് ഡൗൺ ആവാനും ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ലൈനിന്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക. അവിടെ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സൽ ആയിട്ട് ഇത് ബ്രേക്ക് ഡൗൺ ആണോ എന്നോ. ഒരു അപ് ട്രെൻഡ് ആണെങ്കിൽ ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് വീണ്ടും അപ് സൈഡ്. ചില സമയത്ത് സ്ലൈറ്റ്ലി ലോവർ ആയിട്ട് വരും, ചെറുതായിട്ട് ഇതിന്റെ താഴെ വന്ന് ജസ്റ്റ് ഇവിടെ വന്നിട്ട് ടച്ച് ചെയ്തിട്ട് വീണ്ടും വരും, എന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോകും. പിന്നെ വീണ്ടും എബോവ് ട്രെൻഡ് ലൈൻ ഈ ലൈനിലേക്ക് പോകും, വരെ വന്നിട്ട് വീണ്ടും ഈ ട്രെൻഡ് ലൈനിന്റെ മുകളിലോട്ട് വരണം. അപ്പൊ സ്ലൈറ്റ്ലി ബിലോ ആവാം, ഒന്നില്ലെങ്കിൽ ടച്ച് ചെയ്തിട്ട് മുകളിലോട്ട് പോവാം, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ലോവർ വന്നിട്ട് അപ്സൈഡ് തന്നെ പോകും. പിന്നത്തെ തേർഡ് കേസ് എന്താന്ന് വെച്ചാല് ഇത് ബ്രേക്ക് ഡൗൺ ആവും, അപ്പൊ സെല്ലിംഗ് ആയി, ഇപ്പൊ ഡൗൺ ട്രെൻഡ്. അപ്പൊ ഈ 3 കേസാണ് അപ് ട്രെൻഡിൽ വരുന്നത്. ഒന്നില്ലെങ്കിൽ ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് അപ്സൈഡ് പോവും ബൈ, അതല്ലെങ്കിൽ സ്ലൈറ്റ്ലി ലോവർ വന്നിട്ട് വീണ്ടും അപ്സൈഡ്. ഇനിയുണ്ട് ഇത് കണ്ട, ഇവിടെ ഒരു സ്ലൈറ്റ്ലി ലോവർ വന്നിട്ട് അപ്സൈഡ് പോയി, ഇതൊക്കെ കണ്ടോ ടച്ച് ചെയ്തപ്പോ. സ്ലൈറ്റ്ലി കുറച്ചും കൂടി വന്നപ്പോ കുറച്ചൊരു ഡൗൺ ട്രെൻഡിലേക്ക് പോയെങ്കിലും അത് ഉടനെ തന്നെ ട്രെൻഡ് മാറി വീണ്ടും വീണ്ടും അപ്സൈഡ്. അപ്പൊ അപ് ട്രെൻഡില് മൂവിങ് ആവറേജ് ലൈൻ ആക്ട് ആസ് സപ്പോർട്ട്. ഇനി ഡൗൺ ട്രെൻഡിൽ എങ്ങനെയായിരിക്കും? ഡൗൺ ട്രെൻഡില് ഈ ലൈനിന്റെ താഴെയായിരിക്കും പ്രൈസ് ലൈൻ, അതായത് EMAയുടെ താഴെയായിരിക്കും പ്രൈസ് ലൈൻ ട്രേഡ്. എക്സാമ്പിൾ ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ ഇത് സ്റ്റോക്ക് താഴെയായിരുന്നു, EMAയുടെ താഴെയാണ് ഡൗൺ ട്രെൻഡിൽ ട്രേഡ്. ടുവേർഡ്സ് വരുമ്പോ അതെന്താവും? സെല്ലിങ് വരും. അത് ആക്ട് ആസ് റെസിസ്റ്റൻസ് ലൈൻ. അപ് ട്രെൻഡിലാണെങ്കിൽ സ്റ്റോക്ക് അപ് ട്രെൻഡിലാണെങ്കിൽ ആക്ട് ആസ് സപ്പോർട്ട് ലൈൻ, പക്ഷെ ഡൗൺ ട്രെൻഡിലാണെങ്കിൽ ആക്ട് ആസ് റെസിസ്റ്റൻസ് ലൈൻ. ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് താഴെ പോയി, ചിലപ്പോ ചില കേസിൽ സ്ലൈറ്റ്ലി എബവ് വന്നിട്ട് ഡൗൺ ട്രെൻഡ് വീണ്ടും താഴേക്ക് വരും. അപ്പോൾ 3 കേസസ് ആണുള്ളത്. ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്യും ഫോളോ ചെയ്യും, അതല്ലെങ്കിൽ സ്ലൈറ്റ്ലി എബവ് വന്നിട്ട് ഫോളോ ചെയ്യും, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആവും. ഈ ലൈൻ ബ്രേക്കപ്പ് ആയിട്ട് മുകളിലോട്ട് പോയി വീണ്ടും പിന്നത്തെ ഡൗൺ ട്രെൻഡിൽ വന്നപ്പോ പിന്നെ വീണ്ടും അത് ടുവേർഡ്സ് EMAയുടെ അവിടേക്ക് വന്നപ്പോ വീണ്ടും സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയതാണ്. പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല, വീണ്ടും ഡൗൺ ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്തു. കണ്ടോ ഇവിടെ ഫാർ അവേ വരുമ്പോ വീണ്ടും ടുവേർഡ്സ് ഈ ലൈനിന്റെ അവിടേക്ക് EMAയുടെ അവിടേക്ക് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഫാർ അവേ എന്ന് പറയുമ്പോൾ സ്ട്രോങ് ഡൗൺ ട്രെൻഡിനെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രോങ് അപ്പ് ട്രെൻഡ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ എന്താ സംഭവിച്ചു? ഇത് തേർഡ് കേസായി, അതായത് ക്രോസ് എബവ് EMA. കണ്ട ഈ പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് ക്യാൻഡിസ്റ്റിക്കിന്റെ ലൈൻ ക്രോസസ് എബവ് EMA ലൈൻ. എന്നിട്ട് എന്തുണ്ടായി? വീണ്ടും അവിടേക്ക് വരുമ്പോ ഒക്കെ സപ്പോർട്ട് എടുത്ത് ചെയ്തതാണ്. ഇവിടെ നിന്ന് തുടങ്ങി ഡിസംബറിൽ തുടങ്ങി ചെറിയൊരു അപ് ട്രെൻഡ് ഉണ്ടായിരുന്നു, പക്ഷെ ഓരോ തവണ ഫോളോ ചെയ്യുമ്പോഴും സപ്പോർട്ട് ആക്ടേഴ്സ് സപ്പോർട്ട് ലൈൻ ആയി. ഇവിടെയൊക്കെ കണ്ട ആക്ടേഴ്സ് റെസിസ്റ്റൻസ് ലൈൻ. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ ഇപ്പൊ കണ്ടോ, ഇപ്പൊ ഇറ്റ് ഈസ് എബവ് EMA ലൈനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അപ് ട്രെൻഡ് ആണ്. ഇപ്പൊ കണ്ടോ ഫാറവേ ആണ്, അപ്പൊ അതിന്റെ അർത്ഥം സ്ട്രോങ് അപ് ട്രെൻഡ് ആണ്. ഇവിടെ കണ്ടോ, ഇവിടെ ഫാറവേ എന്നൊക്കെ സ്ട്രോങ് ഡൗൺ. അപ്പൊ ഇതാണ്. അപ്പൊ ഈ മൂവിങ് ആവറേജ്, അപ്പൊ ഈ ഡൗൺ ട്രെൻഡില് ഈ EMA ആക്ടേഴ്സ് DTL പോലെ. DTL നമ്മൾ പഠിച്ചില്ല, ഡൗൺ ട്രെൻഡ് ലൈൻ എന്താണ്? റെസിസ്റ്റൻസ് ലൈൻ ആണ്. ആ റെസിസ്റ്റൻസ് ലൈൻ എപ്പോ ബ്രേക്ക് ചെയ്തോ അപ്പൊ അത് അപ് ട്രെൻഡ് ആയിട്ട് മാറും. അപ്പോ
ഡൗൺ ട്രെൻഡില് EMA ലൈൻ ആക്ടസ് DTL പോലെയാണ്. പക്ഷെ അപ് ട്രെൻഡില് ആക്ടസ് UTL. അപ് ട്രെൻഡ് ലൈൻ ഒരു ട്രെൻഡ് ലൈൻ നന്നായിട്ട് എന്റെ വീഡിയോസ് ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കുന്നവർക്ക് അറിയാൻ പറ്റും. 5 or 4 ടെക്നിക്കൽ അനാലിസിസ് 4, 5 എന്നൊക്കെ പറഞ്ഞാൽ തോന്നുന്നു. അപ്പൊ അതില് നോക്കിക്കഴിഞ്ഞാൽ അത് കേട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി കാര്യങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പൊ ഇതാണ് ഒരു 1 EMA വെച്ചിട്ടുള്ള കേസ്. നമുക്ക് ഈ EMA തന്നെ നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. കണ്ടോ, ഇവിടെ ഇത് ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ നമുക്ക് 50 കൊടുക്കാം. എപ്പോഴും ഷോർട്ടർ EMA ആണ് മോർ പവർഫുൾ. ഷോർട്ടർ EMA എന്ന് പറയുന്നത് ഇപ്പൊ 50 200 എടുത്തു കഴിഞ്ഞാല് ഷോർട്ടർ ഏതാ 50 അല്ലേ. അപ്പൊ 50 മൂവിങ് ആവറേജ് ക്രോസ് ചെയ്യുമ്പോഴാണ് മോർ പവർഫുൾ. ഇതൊക്കെ ഈ 15 ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ കാണിച്ച പോലെ തന്നെ 200 ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ ഒരു അപ് ട്രെൻഡ് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൾ ഇന്ത്യയും NMDC ഒക്കെ സെയിം ഫീൽഡിലുള്ള കോൾ ഇന്ത്യയും NMDC ഒക്കെ അതിന്റെ ബുൾ മാർക്കറ്റ് ഒക്ടോബറിൽ ആരംഭിച്ചു. അപ്പൊ ആ സമയത്ത് തുടങ്ങിയപ്പോ ഇവിടെയും ഡിസംബറില് നവംബറിൽ തുടങ്ങി ഇതിന്റെ ചെറിയൊരു അപ് ട്രെൻഡ് വന്നെങ്കിലും ആ ഒരു സ്ട്രോങ് ട്രെൻഡ് വന്നത് ഈ മാർച്ച് ഏപ്രിലിൽ വന്നു. അപ്പോ അതാണ് പറയുന്നത്. അപ്പൊ ഇത് ട്രെൻഡ് നോക്കാനും ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ മൂവിങ് ആവറേജ് ലൈനിന്റെ കോണ്ടാക്റ്റും ഈ മൂവിങ് ആവറേജ് വെച്ചിട്ട് നമുക്ക് ഇത് ട്രേഡ് ചെയ്യാം. ബൈ യോർ സെൽ അക്കോർഡിംഗ് ടു ദ പൊസിഷൻ അനുസരിച്ച്. ഇതൊരു ഭയങ്കര പവർഫുൾ ടൂളാണ്. അപ്പൊ ഇത് വെച്ചിട്ട് മൂവിങ് ആവറേജ് ലൈൻ വെച്ചിട്ട് നമ്മൾക്ക് എപ്പോ സ്റ്റോക്ക് ക്ലോസ് എബവ് ആണെങ്കിൽ ബൈ ഓർ ക്ലോസ് ബിലോ സെൽ. പിന്നെ ഇതും ഇവിടെയൊക്കെ നമ്മള് കാൻഡിൽസ്റ്റിക് ചാർട്ട് പാറ്റേൺസും ട്രെൻഡ് ലൈൻസും ഒക്കെ തന്നെ കോമ്പിനേഷൻ എടുക്കാം. ചാർട്ട് പാറ്റേൺസും പിന്നെ നേരത്തെ പറഞ്ഞ RSIയുടെ കോമ്പിനേഷൻ എടുക്കും. അപ്പൊ RSI ഒരു ഓവർസോൾഡ് ലെവലാണ്, അല്ലെങ്കിൽ ഓവർസോൾഡ് ലെവല്, അല്ലെങ്കിൽ ചിലപ്പോ ഈ മൂവിങ് ആവറേജ് ഒക്കെ ക്രോസ് ചെയ്യുന്ന സമയത്ത് RSI ഒരിക്കലും ഒരു ഓവർസോൾഡ് ലെവലാകും. അത് ഒരു എബവ് 40, 50 ആ റേഞ്ചൊക്കെ ഒരു ഓവർസോൾഡ് അല്ലെങ്കിൽ ഓവർ ബോട്ട് ലെവലിലാവില്ല അത് മൂവിങ് ആവറേജിന്റെ ക്ലോസിംഗ് ലെവൽ. അപ്പൊ ഇതാണ് 1 മൂവിങ് ആവറേജ് വെച്ചിട്ട് എങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇതിന്റെ നോട്ട് നമുക്കൊന്നും കൂടി ഒന്ന് നോക്കാം. ഈ പിക്ചർ ഞാൻ ഒന്നും കൂടി കാണിച്ചു. അപ്പൊ ഇത് അപ് ട്രെൻഡ്. 1, 2, 3 കേസസ് അപ് ട്രെൻഡിലാണ്. അപ് ട്രെൻഡിൽ എന്താ, ഇതാണ് EMA ലൈൻ. EMA ലൈൻ എന്ന് പറയുന്നത് നമ്മൾ 50 or 200 ഏത് വേണമെങ്കിലും എടുക്കാം. ഈ പ്രൈസ് ലൈൻ ടുവേർഡ്സ് EMAയുടെ അവിടേക്ക് വരുമ്പോൾ ടച്ച് ചെയ്തിട്ട് ബൗൺസ് ചെയ്യണം ബൈ. അപ്പൊ ഓരോ തവണ ടച്ച് ചെയ്ത് ബൗൺസ് ചെയ്ത് ബൈ ചെയ്യണം. കാരണം ടച്ച് ചെയ്താൽ ചില സമയത്ത് അത് ക്രോസ് ബിലോ ആയിരിക്കും. ഇവിടെ കണ്ടോ, ഇവിടെ സ്ലൈറ്റ്ലി ലോവർ വന്നിട്ട് അപ്സൈഡ് പോകും. അപ്പൊ ഒന്നിലേക്ക് ടച്ച് ചെയ്തിട്ട് മുകളിലോട്ട് പോകും, അതല്ലെങ്കിൽ സ്ലൈറ്റ്ലി ലോവർ വന്നിട്ട് വീണ്ടും എബവ് EMA ആയ മാത്രം ബൈ ചെയ്യാം. അല്ലെങ്കിൽ വീണ്ടും അത് തേർഡ് കേസിൽ നോക്കിയാൽ ക്രോസ് ബിലോ ആയിരിക്കും. ഇങ്ങനെ കുറച്ച് പ്രാവശ്യം കോണ്ടാക്ട് എടുത്ത് ടച്ച് ചെയ്ത് എബവ് പോയി കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് എത്തുമ്പോൾ എന്തായാലും ആ ട്രെൻഡ് ഒന്ന് ചേഞ്ച് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒരു സ്ട്രോങ് അപ് ട്രെൻഡിന് ശേഷം എപ്പോൾ വേണമെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാം എന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണം. അപ്പൊ ഇതാണ് അപ് ട്രെൻഡിലുള്ള 3 കേസ്. അപ്പൊ ടച്ച് ചെയ്യുമ്പോൾ ബൈ ചെയ്യാം, സ്ലൈറ്റ്ലി ലോവർ വന്നിട്ട് വീണ്ടും എബവ് EMA വരുമ്പോ ബൈ ചെയ്യുക. ഇവിടെ ഇവിടെ ഈ പോയിന്റ് ക്രോസ് ബിലോ ആയതുകൊണ്ട് സെൽ ചെയ്യാം. അപ്പൊ ഇവിടെ 3% റൂളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. 3% റൂൾ എന്ന് പറയുന്നത് ഇവിടെ 100 ആണെങ്കിൽ ഒരു 97 ടച്ച് ചെയ്താൽ മാത്രം, അതായത് ആ കോണ്ടാക്ട് പോയിന്റിന്റെ ബിലോ 3% ബിലോ. ഇവിടെ 100 ആണെങ്കിൽ 3% വരുമ്പോൾ 3. 100 - 3 = 97. അപ്പൊ 97 വരുമ്പോഴാണ് ഒരു കൺഫേം ആവുക. പിന്നെ ഇവിടെ കണ്ട ഇത് ഡൗൺ ട്രെൻഡില് EMA ലൈൻ ആക്ട് ആസ് റെസിസ്റ്റൻസ്. എപ്പോഴൊക്കെ ടച്ച് ചെയ്യണോ അത് ഫോളോ ചെയ്യും.
ടച്ച് ചെയ്ത് ഫോളോ ചെയ്തു. അത് കഴിഞ്ഞ് സെക്കൻഡ് കേസ് ഏതാ പറഞ്ഞത്? അപ്പൊ ഇതാണ് ഒരു മെത്തേഡ്, ഒരു പോസിബിലിറ്റി. ചില സമയത്ത് സ്ലൈറ്റ്ലി എബവ് വന്നിട്ട് വീണ്ടും ഫോൾ ബിലോ EMA ആവുമ്പോ സെൽ. പിന്നെ തേർഡ് കേസ് എന്താ? ഇത് ക്രോസ് എബവ് ആവുമ്പോ ട്രെൻഡ് മാറി, ഡൗൺ ട്രെൻഡ് മാറി അപ് ട്രെൻഡ്. അപ്പൊ ഇത് ഡൗൺ ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യണതാണ് 4ഉം 5ഉം. പക്ഷെ ഇത് ഡൗൺ ട്രെൻഡ് ചേഞ്ച് ചെയ്ത് അപ് ട്രെൻഡ് ആവുന്നതാണ് 6 കേസ്. ഇത് അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണതാണ് 1ഉം 2ഉം. അപ് ട്രെൻഡ് മാറി റിവേഴ്സ് ചെയ്തിട്ട് ഡൗൺ ട്രെൻഡിലേക്ക് വരുന്നതാണ് ഇത് ഇത്. ഒരു ട്രെൻഡ് റിവേഴ്സ്. അപ്പൊ ഇവിടെ ഞാൻ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ട്രെൻഡ് കണ്ടിന്യൂസ്. 1, 2, 4, 5 ട്രെൻഡ് കണ്ടിന്യൂസ്. ഇവിടെ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇവിടെ ഡൗൺ ട്രെൻഡ് ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇത് ഇവിടെ അപ് ട്രെൻഡ് റിവേഴ്സ് ചെയ്ത് ഡൗൺ ട്രെൻഡ് ആയി, ഇവിടെ ഡൗൺ ട്രെൻഡ് റിവേഴ്സ് ചെയ്ത്. ഇത് നല്ല ക്ലിയർ ആയില്ലേ? ഹലോ, ഇവിടെയൊക്കെ 50 മൂവിങ് ആവറേജ് ആണ്. 50 മൂവിങ് ആവറേജ് ടച്ച് ചെയ്ത് മുന്നോട്ട് പോയി, ടച്ച് ചെയ്ത് മുന്നോട്ട് പോയി. ഇവിടെ വെച്ചിട്ടുള്ള ക്രോസ് ബിലോ. തേർഡ് കേസ്. ഫസ്റ്റ് കേസും ഇതും ഫസ്റ്റ് കേസാണ്. ഇവിടെയൊക്കെ അപ് ട്രെൻഡിലാണ് സ്റ്റോക്ക്. അപ്പൊ ഇവിടെ നോക്കിയത് ഫാർ അവേ ആണ്. ഈ ഫാർ അവേ മൂവിങ് ആവറേജിനെ വെച്ചിട്ട് നോക്കുമ്പോൾ ഫാർ അവേ ഫ്രം ദ മൂവിങ് ആവറേജ്, ആ സമയത്ത് നമുക്കൊരു ഡൈവർജൻസ് ഒക്കെ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ആ സമയത്താണ് നമുക്ക് ആ ഒരു ഓവർബോട്ട് ലെവലൊക്കെ വരാം. ആ സമയം ഈ ക്രോസിംഗ് ടൈം ഒരിക്കലും ഓവർബോട്ട് അല്ലെങ്കിൽ ഓവർസോൾഡ് ലെവൽ വരില്ല. ഇവിടെ നോക്കിയാൽ ഇവിടെ ഈ 50 ക്രോസ് ബിലോ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഇത് 200 50യുടെ താഴെയാണ്. ഇപ്പൊ സ്റ്റോക്ക് ഒരു സ്ട്രോങ് അപ് ട്രെൻഡിലാണെങ്കിൽ 50 മൂവിങ് ആവറേജ് ലൈൻ എബവ് 200 ലൈൻ്റെ എബവ് ആയിരിക്കും. അതായത് ഷോർട്ട് ടേം മൂവിങ് ആവറേജ് ഈസ് എബവ് ലോങ് ടേം ആയിരിക്കും അപ് ട്രെൻഡ്. അപ്പൊ ഇത് 50 ആണ്. ഈ 50 എബവ് 200 ആണ് ഇവിടെ ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ 50 ക്രോസ് ബിലോ, അതായത് 50ന്റെ താഴെ അത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ, പ്രൈസ് ലൈൻ ക്രോസ് ബിലോ 50 EMA ആണെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ട് ഏതാ? 200 ആയിരിക്കും. പിന്നെ 200ഉം കൂടി ക്രോസ് ചെയ്തിട്ട് താഴത്തോട്ട് പോയാലാണ് സ്ട്രോങ് ഡൗൺ ട്രെൻഡ്. ഇവിടെ കണ്ടോ, ഇവിടെ 50 ക്രോസ് ചെയ്തെങ്കിലും ബ്രേക്ക് ഡൗൺ ചെയ്തെങ്കിലും ഇവിടെ സപ്പോർട്ട് എടുത്തു, 200ൽ സപ്പോർട്ട് എടുത്തിട്ട് നന്നായിട്ട് അപ്സൈഡ്. ഇവിടെ കണ്ടോ, ഇവിടെ വെച്ചിട്ട് നമുക്ക് കണ്ടോ ഇതൊന്നും ഇത് കിട്ടിയില്ല. ഈ പോയിന്റിലൊന്നല്ല ക്രോസിംഗ് വരുന്നത്. ക്രോസ് CMA കണ്ടോ, ഇത് ട്രേഡ് ബിലോ ആയിരുന്നു. നോക്കി, ഈ EMAയുടെ താഴെ ആയിരുന്നു ഇത് ട്രേഡ് ചെയ്തോണ്ടിരുന്നത്. റെസിസ്റ്റൻസ് ലൈൻ ആയിരുന്നു. പക്ഷെ ഇവിടെ വെച്ച് എന്ത് ചെയ്തു? ക്രോസ് ചെയ്തു. ക്രോസ് അബവ് EMA ബൈ ആയിട്ടുണ്ടോ. ഇവിടെ വെച്ച് ഇത് കണ്ട, ഈ ഇവിടത്തെ കേസിൽ ഷോർട്ട് ടേം മൂവിങ് ആവറേജ് ആയ 50 റെഡ് ആണ്. ഈ റെഡ് ബിലോ ലോങ് ടേം ആണ് കേട്ടോ, 200 ആണ്. അപ്പൊ അത് സ്റ്റോക്ക് സ്ട്രോങ് അപ് ട്രെൻഡ് എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും ഷോർട്ട് ടേം മൂവിങ് ആവറേജ് എബവ് ലോങ് ടേം ആവുമ്പോഴാണ് സ്ട്രോങ് അപ് ട്രെൻഡ്. അപ്പൊ ഇവിടെ റെഡ് 50 ആണ് ഈ ഫിഗറിൽ മുഴുവൻ. നോക്കിയേ, ഇത് 50 സ്ട്രോങ് അപ് ട്രെൻഡ് ആണ്. ഈ EMA കണ്ടോ റൈസിങ്. പിന്നെ 50 EMA is above 200 EMA ആണ്. ഇവിടെ കണ്ടോ, ഈ 50ൽ സപ്പോർട്ട് എടുത്ത് എത്രയാണ്? ഇവിടെ സ്ലൈറ്റ്ലി ലോവർ വന്നു, പക്ഷെ വീണ്ടും അബവ് EMA വന്നു, ബൈ. ഇവിടെ വന്നു ബൈ. ഇവിടെ ക്രോസ് ബിലോ EMA ആണെങ്കിലും ഈ 200ലേക്ക് വന്നില്ല, ഒരു മിഡിൽ പോയിന്റിൽ വന്നിട്ട് വീണ്ടും അപ്സൈഡ് പോയി. ഇവിടെയൊക്കെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ട് ട്രേഡ് ചെയ്യും. EMA is rising. ഇതൊക്കെ EMA is falling ആണ്. റെസിസ്റ്റൻസ് ലൈൻ സ്ലൈറ്റ്ലി അബവ് വന്നു, EMA is falling. ഈച്ച് പോയിന്റ് ഓഫ് കോണ്ടാക്ട് സെല്ലിങ്, അതായത് ഒരു DTL പോലെ. DTL എന്ന് വെച്ചാൽ ഡൗൺ ട്രെൻഡ് ലൈനിന്റെ സെയിം പ്രിൻസിപ്പിൾ പോലെ ഈച്ച് ടച്ചും സെല്ലിങ്. ഇവിടെ ഉണ്ട്, ഇവിടെ വെച്ച് ക്രോസ് അബവ് ആയി ബൈ EMA ക്രോസ് ഓവർ. ഇതിനെ നമ്മൾ EMA ക്രോസ് ഓവർ എന്നാണ് പറയാ. അതായത് പ്രൈസ് ലൈൻ ക്രോസ് എബവ് ഓർ ബിലോ. ഇനി നമ്മളൊരു സെക്കൻഡ് കേസ് വരുന്നത് 2 മൂവിങ് ആവറേജ് വെച്ചിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം. ആ കേസ് ഇങ്ങനെയാണ്.
അതായത് ടൈപ്പ് 2 ക്രോസ് ഓവർ എന്ന് പറയുമ്പോൾ when one moving average line cross another moving average line signals that ongoing trend is shifting. അതായത് ക്രോസിംഗ് ഷോർട്ട് ടേം മൂവിങ് ആവറേജ് ലൈൻ അവിടെ ഇവിടെ 50 above long term moving average line 200 indicates bullishness. But conversely, crossing of short term moving average, അതായത് short term 50 EMA line cross below long term 200 EMA line indicates bearishness. അപ്പൊ 50 200 കൊടുത്താല് ബുള്ളിഷ്നെസ് എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും 50 above 200 below. അപ്പൊ 50 crosses above 200 ആണെങ്കിൽ അത് ബുള്ളിഷ്നെസ്. പക്ഷെ 50 crosses below ആണെങ്കിൽ bearishness. അപ്പൊ അതിനെ പറയണത് ഗോൾഡൻ ക്രോസ്, അതായത് 50 ക്രോസ് എബവ് 200 പറയണത് ഗോൾഡൻ ക്രോസും ആ സമയം 50 ക്രോസ് ബിലോ 200 എന്ന് പറയുന്നത് ഡെത്ത് ക്രോസ് എന്ന് പറഞ്ഞത്. അതായത് ഒരു സ്റ്റോക്ക് ഡൈ ചെയ്ത പോലെയാണ് മീനിങ്. അതായത് അതിന്റെ ട്രെൻഡ് ഭയങ്കരമായിട്ട് ബെയറിഷ്നെസ്സിലേക്ക് പോകണം എന്നുള്ളതിന്റെ ആ ഒരു സിഗ്നലാണ് നമുക്കത് കിട്ടുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഇത് 50 ക്രോസ് ചെയ്യായിരുന്നു കേട്ടോ. 50 above 200. പിന്നെ നമ്മൾ 200 ഗ്രീനും 50 റെഡും ആണ്. ഈ 50 ഹെക്ടേഴ്സ് റെസിസ്റ്റൻസ് ആയിരുന്നു. അപ്പൊ ഇവിടെ തുടങ്ങി തന്നെ ഒരു ഡൗൺ ട്രെൻഡ് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റോക്കിന്റെ. അതായത് എബവ് EMA ആയിരുന്നു, എബവ് 50 EMA ആയിരുന്നു സ്റ്റോക്ക് ട്രേഡ് ചെയ്തത്. അപ്പൊ ഈ പോയിന്റിൽ ക്രോസ് ബിലോ, അപ്പൊ ഫസ്റ്റ് ക്രോസ് ഓവർ, അപ്പൊ പ്രൈസ് ലൈൻ ക്രോസ് ബിലോ EMA 50. ഇവിടെ തന്നെ ഡൗൺ ട്രെൻഡ് തുടങ്ങി. ഇതിന് ശേഷം വീണ്ടും ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു. ഇവിടെ വെച്ച് എന്ത് സംഭവിച്ചു? ഡെത്ത് ക്രോസ് ആയി. കണ്ട, അതായത് 50 ക്രോസ് ബിലോ 200. ഇവിടെ വെച്ച് ചെറിയൊരു അറ്റംപ്റ്റ് നടത്തിയെങ്കിലും വീണ്ടും ഓക്കെ ഇവിടെ ഈ 50 EMA ക്രോസ് ബിലോ എന്നിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ ഇവിടെയാണ് ഡെത്ത് ക്രോസ്. 50 EMA ക്രോസ് ബിലോ 200 EMA ഡെത്ത് ക്രോസ് എന്നാണ് പറയുന്നത്. ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഇങ്ങനെ വരുമ്പോ സ്റ്റോക്കില് സ്റ്റേ വേ അത് നമ്മൾ ചെയ്യും. അപ്പൊ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ നമ്മുടെ VDL തന്നെ നമുക്ക് നോക്കാം. കേട്ടോ, ഇതില് 50 EMA നമ്മൾക്ക് ലൈറ്റ് കളർ ബ്ലൂവും ഡാർക്ക് 200 ഡാർക്ക് കളറും. ഇവിടെയൊക്കെ 50 താഴെയായിരുന്നു, 50 ബിലോ 200 ആയിരുന്നു. കണ്ടോ, അപ്പൊ ഈ ഡാർക്ക് ബ്ലൂ 200ഉം ലൈറ്റ് ബ്ലൂ 50 ആണ്. അപ്പൊ അതായത് ഷോർട്ട് ടൈം മൂവിങ് ആവറേജ് ഈസ് ബിലോ ലോങ് ടൈം. അതായത് ഇവിടെ ഡെത്ത് ക്രോസ് ആണ് ഇവിടെ. കണ്ടോ, ഈ ഡെത്ത് ക്രോസ് മാറി ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ 50 ക്രോസ് എബവ് 200. അപ്പൊ ഇവിടെ ഗോൾഡൻ ക്രോസ്. അപ്പൊ ഗോൾഡൻ ക്രോസ് എന്ന് പറഞ്ഞാൽ വേണ്ട, ആ ട്രെൻഡ് ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഫെബ്രുവരിയിൽ സംഭവിച്ചു. അപ്പൊ ഇവിടെ തന്നെ മൂവിങ് ആവറേജ് ക്രോസ് ചെയ്ത് ഇവിടെ ഒന്നും കൂടി ഗോൾഡൻ ക്രോസും ആയി. അപ്പൊ ഇതൊക്കെ ഒരു സ്റ്റോക്കിന്റെ തന്നെ ഞാൻ പല പല കാര്യങ്ങളാണ് കാണിച്ചു തരുന്നത്. ഒരു സ്റ്റോക്കിനെ നമ്മൾ എങ്ങനെയാണ് ട്രാക്ക് ചെയ്ത് എപ്പോഴാണ് ബൈ ചെയ്യേണ്ടതെന്നുള്ളത് അതിന്റെ കമ്പാരിസണുകളും ഒക്കെ VDL വെച്ചിട്ട് ഞാൻ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് ആയ കാരണം ഞാൻ ഇതിനെ തന്നെ വീണ്ടും വീണ്ടും എടുത്ത് പറയണം. ഇതുപോലെ നിങ്ങൾ ഏത് സ്റ്റോക്ക് എടുത്താലും നിങ്ങൾക്ക് കാണാൻ പറ്റും. കോൾ ഇന്ത്യ എടുത്തു നോക്കാം. കോൾ ഇന്ത്യക്ക് നോക്കിയാൽ ഇവിടെ വെച്ചും ഇത് എബോവ് ഇവിടെ ഗോൾഡൻ ക്രോസ് തന്നെയാണ്. കണ്ട 50. അതിന്റെ സ്ട്രോങ് അപ് ട്രെൻഡ് തന്നെ ഇവിടെയൊക്കെയാണല്ലോ. ഇതൊക്കെ വെച്ചിട്ട് തന്നെ അത് കുറെ നാളുകളായിട്ട് തന്നെ എബോവ് 50 EMA ക്രോസ് എബോവ് ആണ്. 50 EMA എബോവ് 200 ആയിട്ടാണ് അത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ ഓരോ സ്റ്റോക്ക് എടുത്തിട്ടും ഈ രണ്ട് ടൈപ്പ് 1 ക്രോസ് ഓവർ. ടൈപ്പ് 1 ക്രോസ് ഓവർ എന്ന് പറയുന്നത് പ്രൈസ് ലൈൻ ക്രോസ് എബോവ് ഓർ ബിലോ EMA ലൈൻ. ടൈപ്പ് 2 ക്രോസ് ഓവർ എന്ന് പറയുന്നത് രണ്ട് മൂവിങ് ആവറേജ്. അത് ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും എടുക്കാം. 20, 50 കുറച്ചൊരു ഡിഫറൻസ് വേണം. 50 into 4 അല്ലേ 200. അപ്പൊ ആ ഒരു 4 times 3 times 2 times മിനിമം 2 times എങ്കിലും ഉള്ള ഡിഫറൻസ്. അതായത് 20, 50 അങ്ങനെയൊക്കെ വേണമെങ്കിൽ എടുക്കാം.
അല്ലെങ്കിൽ ഇപ്പൊ 15 ഏറ്റവും നല്ല ക്രോസ് ഓവർ 15-200 ആണ്. അതുപോലെ ചെറിയ ക്രോസ് ഓവർ എടുക്കുമ്പോൾ അതനുസരിച്ചിട്ട് ആ പീരീഡും അതിന്റെ ഫ്ലക്ച്വേഷനും ഫാസ്റ്റ് ആയിരിക്കും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യും. ഇതൊക്കെ നമുക്കൊരു ഹോൾഡ് ചെയ്യാൻ പോലെ വേണ്ടിയിട്ടാണ് ഈ ഗോൾഡൻ ക്രോസ് ഓവറും ഡെത്ത് ക്രോസ് ഓവറും ഒക്കെ വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ഡെത്ത് ക്രോസ് ഓവർ ചില സമയത്ത് ഒരു സ്ലൈറ്റ്ലി ബിലോ വന്നിട്ട് വീണ്ടും അപ്സൈഡ് പോകും. നമ്മളൊന്ന് വാച്ച് ചെയ്തിട്ട് വേണം എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഡെത്ത് ക്രോസ് ഓവർ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റോക്ക് നമ്മളുടെ കയ്യിൽ പ്രോഫിറ്റിലാണെങ്കിൽ അത് എക്സിറ്റ് ചെയ്തിട്ട് വേറെ സ്റ്റോക്ക് ഇതുപോലെ കണ്ടുപിടിച്ചിട്ട് അതിൽ ട്രേഡ് ചെയ്യാം. പിന്നെ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ഈ ട്രെൻഡ് ഇതിൽ തന്നെ ട്രെൻഡ് വരുമ്പോ വീണ്ടും ഇതിൽ തന്നെ ട്രേഡ് ചെയ്യാം. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ആ മൂവിങ് ആവറേജ് ക്രോസ് ചെയ്യുമ്പോൾ ഉള്ള മൂവ്മെന്റ് കണ്ടു ഇത് കാണിക്കാൻ വേണ്ടിട്ട് പല പല സ്റ്റോക്കുകളാണ് അതൊക്കെ. ക്രോസ് ബിലോ EMA ഇത് ട്രേഡ് എബോവ് ആയിരുന്നു, പക്ഷെ ക്രോസ് ബിലോ വന്നപ്പോ എന്റെ ഒരു മൂവ്മെന്റ് കണ്ടു. ഇവിടെ ഡൈവർജൻസും ഉണ്ട്. അപ്പൊ നമ്മൾ പഠിച്ച എല്ലാ ടെക്നിക്കുകളുടെയും കോമ്പിനേഷൻ നോക്കിയിട്ട് മിനിമം 2-3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ട്രേഡ് ചെയ്യും. ഒരെണ്ണത്തിന് മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാം. പലത് വെച്ചിട്ട് 2-3 കണ്ടീഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ ഓരോന്നെല്ലാം ചെയ്തിട്ട് ടൈം എടുത്ത് നോക്കാം. ഇതിലൊക്കെ ഉണ്ട്. ഞാൻ ട്രേഡ് ചെയ്ത സ്റ്റോക്കുകളൊക്കെ തന്നെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഓരോന്നും എഴുതിയിട്ടുണ്ട്. EMA ബ്രോക്കൺ സെല്ലിംഗ് റെസിസ്റ്റൻസ് സ്ലൈറ്റ്ലി എബോവ് ഉണ്ടോ. നമ്മളാ ഇതെല്ലാ കണ്ടീഷൻസും ആണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ എൻലാർജ് ചെയ്യണത് ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടി. As long as stock is trading above EMA upward. If it cross below EMA, continue in the same direction downward. The cross below പോലെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കണം. അപ്പൊ പിന്നെ ഡൗൺ, പിന്നെ അതൊരു പുൾ ബാക്ക് പോലെ ഉണ്ടാവും. ഒരു ട്രെൻഡ് ലൈനിന്റെ ഒക്കെ പോലെ തന്നെയാണ്. അപ്പൊ ഒരു പുൾ ബാക്ക് ഉണ്ടാവും, പക്ഷെ പുൾ ബാക്ക് അത് ആക്ടേഴ്സ് പിന്നെ റെസിസ്റ്റൻസ് ലൈൻ ആയിരുന്നു. ഇവിടെ സപ്പോർട്ട് ലൈൻ ആയിരുന്നത്, പിന്നെ ഇനിയിപ്പോ അത് റെസിസ്റ്റൻസ് ലൈൻ ആയിരുന്നു. ഇവിടെ സപ്പോർട്ട് ലൈൻ ആയിരുന്നു. എത്ര നാള് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യണത്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിലൊക്കെ ഞാൻ ഇതിന്റെ എല്ലാ കമന്റുകളും എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിരുന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് നോക്കാവുന്ന കാര്യങ്ങൾ ടൈം എടുത്ത് പഠിക്കും. നോട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കാം. When a price line rises sharply towards EMA and fails to penetrate, it is sell signal. In this case, EMA acts as resistance, and the price line is below EMA line, and the price line is rising sharply and crosses above EMA and slightly started going on. Second case, ആ ഫിഗർ വെച്ചിട്ട്. ഇത് തേർഡ് കേസ് ആണ് ക്രോസ് ചെയ്യുന്നത്. അപ്പോ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിട്ട് അപ് ട്രെൻഡിലെ 3 കേസാണ്. കേസ് എ, കേസ് ബി, കേസ്. അപ്പൊ ആ ഫിഗറിന്റെ തന്നെ നോട്ടാണ് ഇതൊക്കെ. അപ്പൊ ഇത് മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് മൂവിങ് ആവറേജ് മാത്രം വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. മൂവിങ് ആവറേജ് അത്രയും സ്ട്രോങ് സിഗ്നലാണ്. അപ്പൊ വേറെ ഒന്നും ഇല്ലെങ്കിൽ കൂടി നമുക്ക് ഇത് മാത്രം വെച്ചിട്ട് ട്രേഡ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പക്ഷെ സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ട്. പക്ഷെ ഇത് മൂവിങ് ആവറേജ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മുടെ RSIയും അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക്, ഞാൻ പറയാം, RSI ഒരു 60 അബവ് ഒക്കെ ആണെങ്കിൽ അത് കൺഫേം ആണ്. കാരണം ഒരു സ്ട്രോങ് അപ് ട്രെൻഡില് അബവ് 60-65 ഒക്കെ വരാം. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ കുറച്ച് RSIയും ഇതും കമ്പൈൻ ചെയ്തിട്ട്, അതുപോലെ തന്നെ കാൻഡിസ്റ്റിക് പാറ്റേണും ട്രെൻഡ് ലൈനും ഇതിനെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾ ഇത് വെച്ച് ട്രേഡ് ചെയ്യും. അതുപോലെ ഏതെങ്കിലും സ്റ്റോക്ക് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ താഴെ എഴുതുക, കമന്റ് ചെയ്യുക. ഞാൻ ഇതിനുള്ള ആൻസർ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈകും.